Hello all, welcome to the second lecture of Chemical Reaction Engineering. So today we are going to discuss about the mole concept in the chemistry aspect as well as in the chemical engineering aspect. Myself Akhilesh Shavan, so that we can continue. Okay, so now we can have a overall glance of today's lecture. So today we will be covering the concept, molar concept, with definition of moles, then what are the equations used for the mole concept, then mole ratios and mole mass ratio, then mole fraction and mass fraction, then what is mole percent and mass percentage, then mole balance in a chemical reaction, and along with that some examples. Okay, so we can start it with the mole. Okay, in the chemical reaction, ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ സിംപ്ലി ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻസിനകത്ത് വരുന്ന ഒരു ടേമാണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഈസ് മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ ഇൻ ദി SI യൂണിറ്റിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് വിച്ച് ഈസ് ആൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ SI യൂണിറ്റ് ആണ് ഈ മോൾ എന്ന് പറഞ്ഞ് നോർമലി ഡിനോട്ട് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ. MOL വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സിംപ്ലി വി ക്യാൻ കൺസിഡർ എ റിയാക്ഷൻ. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻഡ് കൈൻഡ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഇതൊരു സിമ്പിൾ റിയാക്ഷൻ ആയിട്ടുള്ള വാട്ടർ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ, H2 + half O2 gives H2O. ഈ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് എന്താണ് മോൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആണ് ഈ H2 ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഒരു മോളിക്യൂളാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടേം ആയിരിക്കും എന്ത്? അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസിനാണെങ്കിൽ ഇവിടെ അത് ബ്ലാങ്ക് ആണ്, വിച്ച് മീൻസ് ദാറ്റ് 1 നമ്പർ ഓഫ് മോൾസ് ആണ് ഹൈഡ്രജൻ ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് 1 നമ്പർ ഓഫ് മോൾസ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഓക്സിജൻ നോക്കുക, ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? ഹാഫ് ആണ്, 1/2, വിച്ച് മീൻസ് ദാറ്റ് 0.5 മോൾസ് ഓഫ് ഓക്സിജൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്ര റിയാക്ട് ചെയ്ത വാട്ട് വിൽ വി ഗെറ്റ്? 1 മോൾ ഓഫ് H2O, 1 മോൾ ഓഫ് ഹൈഡ്രജൻ H2O ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു സിമ്പിൾ കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഓരോ മോളിക്യൂൾസിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ആണ് എന്ത്? നമ്മൾ ഈ മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിംപ്ലി നമുക്കത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഒരു ഡസൻ നമ്മൾ നോർമലി മാത്സിൽ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കടയിൽ നിന്ന് ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 ഡസൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 നമ്പർ ഓഫ് എന്താണ് അതിൻ്റെ പാർട്ടിക്കിൾസ് ഉള്ളത് അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓവറോൾ പാക്കേജിനാണ് നമ്മൾ ഡസൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 ഡസൻ ബാംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ബാംഗിൾസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു പാക്കറ്റ്സിനാണ് നമ്മൾ 1 ഡസൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ ദി സിമിലർ വേ ദാറ്റ് എ പാക്ക് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നിരിക്കുന്നതാണ് എന്ത്? 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി വി ക്യാൻ ഡിഫൈൻ ആസ് എന്താണ്? 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആറ്റംസ് അല്ലെങ്കിൽ ഏതാണ് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു പാക്കറ്റ്സ് ആണ്. അങ്ങനെ ഓരോ പാക്കറ്റ്സിനാണ് നമ്മൾ 1 മോൾ എന്ന് വെച്ചിട്ട് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ആ ലാർജ് നമ്പർ, എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നാലാണ് 1 മോൾ ആകുന്നത്, ആ നമ്പർ ആണ് എന്ത്? അവഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് നമ്പർ ഈസ് ഗിവൺ ബൈ 6.022 × 10⁻23. അപ്പോൾ ഇത്രയും ലാർജ് നമ്പറിലുള്ള പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് ഒരു പാക്കറ്റ്സ് ആക്കി നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എന്ത്? 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും സിംപ്ലി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. മീൻസ് ഇപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ്റെ ആറ്റംസ് 6.022 × 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എടുത്തിട്ട് ഒരു പാക്കറ്റ്സിലിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എന്ത്? 1 മോൾ ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഓക്സിജന്റെ മോളിക്യൂൾസ് എടുത്തിട്ട് 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പാക്ക് ചെയ്യുന്നു. ആ ഒരു പാക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 മോൾ ഓക്സിജൻ എന്ന് വിളിക്കും.
അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ആണെങ്കിലും ഇത്രയും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതിനാണ് സിംപ്ലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദി 1 mole ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ഇത് എവിടെ നിന്നാണ് ഇത് ഫോം ചെയ്തത്? ദി സ്റ്റാൻഡേർഡ് എലമെന്റ് ഇൻ ദി റിലേറ്റീവ് ആറ്റോമിക് സ്കെയിൽ ഇസ് കാർബൺ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഒരു കാർബണിന്റെ ബേസിലാണ് ഇതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ കേസ് ഓഫ് ആറ്റത്തിന്റെ സൈസ് ആണെങ്കിലും എല്ലാം ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു ബേസിക്, അതായത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് മോൾ കോൺസെപ്റ്റിൽ കാർബണിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. So simply coming to the definition of the mole, okay, it is defined as the amount of substance that has the same number of specific particles as there in exactly 12 gram of C12 carbon isotope. എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് C12 ആയിട്ടുള്ള കാർബണിന്റെ ഐസോട്ടോപ്പിൽ, അതായത് 12 ഗ്രാം 12 grams ഓഫ് കാർബണിന്റെ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, 12 grams ഓഫ് കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് കാർബണിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും? 12 gram, അതായത് വെയിറ്റ് ആണ്. 12 gram വെയിറ്റ് കാർബണിന്റെ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും? അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ആയിട്ട് എപ്പോഴാണ് വരുന്നത്, അപ്പോഴാണ് നമ്മൾ അതിനെ 1 mole സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് കാർബണിന്റെ വെയിറ്റ് എടുക്കാൻ കാരണം? ബിക്കോസ് കാർബണിന്റെ 1 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 AMU ആണ്. AMU എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 1 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 AMU ആണ്. അപ്പൊ 12 grams എടുത്തു കഴിഞ്ഞ് അതിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും? ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പൊ 12 gram അത് ബേസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബേസ് ആയിട്ട് 12 gram എടുക്കാനായിട്ട് എന്താ കാരണം? ബിക്കോസ് 1 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് 12 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഡിഫൈൻ ചെയ്തത്? 1 mole എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ 1 mole കിട്ടണമെങ്കിൽ ഡിനോമിനേറ്ററിലും എന്തായിരിക്കണം? 12 തന്നെ വരണം. അതുകൊണ്ടാണ് നമ്മളവിടെ 12 gram കാർബൺ ആറ്റം എടുക്കാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ സോ സിംപ്ലി നമുക്ക് 1 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 AMU ആണ്. സോ ദാറ്റ് നമ്മൾ 12 gram കാർബൺ ആറ്റംസ് എടുക്കും. ഓക്കെ, 12 gram കാർബൺ ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡിഫൈൻ ചെയ്ത 1 mole is equal to mass of 1 carbon atom divided by 12 grams of carbon substance. അങ്ങനെയാണ് 1 mole ഡിഫൈൻ ചെയ്തത്. അപ്പോൾ മോൾസിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ സൈസ് ആണെങ്കിലും ഡിഫൈൻ ചെയ്യുന്നുള്ള ഒരു ബേസിക് ബെഞ്ച് മാർക്കാണ് കാർബൺ ആറ്റം. ഓക്കെ, then next is what are the different equations used for mole concept. Okay, simply ഞാൻ നേരത്തെ പറഞ്ഞു മോൾ ഡിനോട്ട് ചെയ്യുന്നത് MOL വെച്ചിട്ടാണ് അതിന്റെ സിമ്പിൾ ഇക്വേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മോൾസ്, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും? സോ ബൈ യൂസിങ് ദാറ്റ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 grams വെയിറ്റ് തന്നിട്ട് അതിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഏതാണോ മെറ്റീരിയൽ അതിന്റെ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് അറിയണം. ഓക്കെ, ദെൻ എന്താണ് ഈ മോളിക്കുലാർ വെയിറ്റ്? മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് സം ഓഫ് ദി ആറ്റോമിക് വെയിറ്റ് ഓഫ് ആൻ എലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദി മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെ ആറ്റോമിക് വെയിറ്റുകളുടെയും സം ആണ് മോളിക്കുലാർ വെയിറ്റ്. ഓക്കെ, ദെൻ എന്താണ് ഈ ആറ്റോമിക് വെയിറ്റ്? Atomic weight എന്ന് പറഞ്ഞാൽ atomic weight of an element is the mass of an atom based on a scale of assigns a mass of the 12 for the carbon isotope. ഓക്കെ, ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർബൺ 12 ഐസോടോപ്പിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് ആറ്റോമിക് വെയിറ്റും പറയുന്നത്.
അതായത് ഓരോ കാർബൺ ആറ്റത്തിൻ്റെ ഉള്ള വെയിറ്റിനെ ഈക്വലൻ്റ് ആയിട്ട് ഇപ്പോൾ വേറെ ഏതൊരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പെർട്ടിക്കുലർ ആറ്റത്തിനുള്ള വെയിറ്റിനെയാണ് നമ്മൾ ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരിക്കുന്നതും കാർബൺ തന്നെയാണ്. അപ്പോൾ കാർബൺ C12 കാർബണിൻ്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ആയിട്ട് എടുത്തിട്ടാണ് ബാക്കിയുള്ള എലമെന്റ്സിന്റെ എല്ലാം ആറ്റോമിക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ കാർബണിന്റെ ആണ് നമുക്കിപ്പം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ഉണ്ടാവും? ഇപ്പൊ 12 ആണ് അതിന്റെ മോളിക്കുലർ വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ എത്ര ഗ്രാമിലുള്ളത് കാണണ്ടേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 ഗ്രാംസിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടെന്നായിരിക്കും കാണാൻ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ എങ്ങനെ ചെയ്യും? ആ മാസ് ഇൻ ഗ്രാംസ്, അതാണ് 100 ഗ്രാംസ് ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ്. കാർബൺ എന്ന് പറഞ്ഞാൽ അതൊരു മോണോആറ്റോമിക് വെയിറ്റ്, ആറ്റോമിക് എലമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആറ്റോമിക് വെയിറ്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അല്ല, ഇൻ കേസ് ഇപ്പോൾ മോളിക്യൂൾ ആണെങ്കിൽ ഇപ്പോൾ അമോണിയ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ ആ മോളിക്കുലർ വെയിറ്റ് വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then coming to molecular weight of atomic element, okay, which is equal to same as its of the atomic weight. Okay, in case of monoatomic element, ഇപ്പോൾ molecular weight of monoatomic element എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ആറ്റോമിക് വെയിറ്റിന് ഈക്വലന്റ് ആയിരിക്കും. എന്താ കാരണം? അതിനകത്ത് ഒറ്റ ആറ്റം മാത്രമേ ഉള്ളൂ, മോണോ ആറ്റോമിക് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. സോ അതിന്റെ കംപ്ലീറ്റ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡയാറ്റോമിക് ആവുമ്പോൾ എന്തായിരിക്കും? രണ്ട് ആറ്റംസ് ചേരുമ്പോഴാണ് ഡയാറ്റം ഫോം ചെയ്യുന്നത്, ഡയാറ്റം. സോ ദാറ്റ് അതിന്റെ ടോട്ടൽ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ രണ്ട് ആറ്റത്തിന്റെ വെയിറ്റും ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ മോണോആറ്റോമിക് എലമെന്റിന്റെ എക്സാമ്പിൾ കാർബൺ ആണ്. കാർബണിന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അതുപോലെ ഹൈഡ്രജന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1.008 ആണ്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അതാണ് ഇവിടെ 1 എന്ന് എഴുതിയിരുന്നത്. ഇൻ കേസ് ഓഫ് ഡയാറ്റോമിക് എലമെന്റ് ആവുമ്പോൾ എന്തായിരിക്കും? ഡയാറ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ് ഒരുമിച്ച് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ നമ്മൾ എപ്പോഴും H2 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് മീൻസ് ദാറ്റ് രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് അതിന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1.008 ആണ്. ബട്ട് മോളിക്കുലർ വെയിറ്റ് എന്താ? ഈ H2 എന്ന് പറയുന്നതാണ് അതിന്റെ മോളിക്യൂൾ. H2ന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ആണ് ഈ പറയുന്നത്. ബിക്കോസ് ഈ 0.008 എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാൽക്കുലേഷൻസിൽ യൂസ് ചെയ്യാറില്ല, ഡയറക്റ്റ് അപ്രോക്സിമേറ്റ്ലി 2 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മോളാർ മാസ്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ മാസ് ഓഫ്, ആ ടേമിൽ തന്നെ ഉണ്ട്, മാസ് ഓഫ് 1 മോളാർ സബ്സ്റ്റൻസ്. 1 മോൾ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ് എന്ത്? അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, okay, then next topic, that is mass ratio and mole ratio. Okay, ആ ടേമിൽ പറയുന്ന പോലെ തന്നെയാണ് മാസ് റേഷ്യോ എന്താണ്, അതുപോലെ തന്നെ മോൾ റേഷ്യോ. മാസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താ ഫസ്റ്റ് ഓഫ് ഓൾ മാസ് റേഷ്യോ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസിംഗ് ദി കോൺസെൻട്രേഷൻ ഇൻ എ ബൈനറി മിക്സ്ചർ. അതായത് ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണന്റ് ഉള്ള ഒരു മിക്സ്ചറാണ്. എ എന്ന് പറഞ്ഞൊരു കമ്പോണന്റും ബി എന്ന് പറഞ്ഞൊരു കമ്പോണന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 1 ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് 1 സ്പൂൺ ഓഫ് ഷുഗർ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. അതിനകത്തുള്ള മിക്സ്ചറിലുള്ള കമ്പോണൻസ് എന്താ? ഷുഗറും വാട്ടറും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതിനകത്ത് മാസ്, അതായത് ഷുഗറിന്റെ മാസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ വാട്ടറിന്റെ മാസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടേംസ് ആണ് ഈ മാസ് റേഷ്യോ, മോൾ റേഷ്യോ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്താണ് മാസ് റേഷ്യോ? മാസ് റേഷ്യോ ഇസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് എ കമ്പോണന്റ് to the mass of the other component. അപ്പോൾ ഷുഗർ സൊല്യൂഷനിലാണെങ്കിൽ ഷുഗർ ആണ് ഒരു കമ്പോണന്റ്, വാട്ടർ ആണ് അടുത്ത കമ്പോണന്റ്. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ മാസ് റേഷ്യോ? അപ്പൊ ഷുഗർ, ഫോർ എക്സാമ്പിൾ ഷുഗറിന്റെ മാസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി ഷുഗർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി വാട്ടർ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇൻ എ മിക്സ്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് എ ആൻഡ് ബി. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഷുഗറും ബി എന്ന് പറഞ്ഞ വാട്ടർ ആയിട്ട് അസ്യൂം ചെയ്യാം. സോ മാസ് റേഷ്യോ ഓഫ് ഷുഗർ ഇസ് ഈക്വൽ ടു എന്ത് വരും? Mass of sugar divided by mass of water. Okay, in the similar way mole ratio, അതുപോലെ തന്നെയാണ് മോൾ റേഷ്യോ. ഇൻസ്റ്റെഡ് ഓഫ് മാസ് വി ആർ യൂസിങ് ദി മോൾസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് പർട്ടിക്കുലർ മാസ് ഓഫ് സബ്സ്റ്റൻസിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം
മോൾസ് ഓഫ് എ ടു മോൾസ് ഓഫ് ബി എന്ന് പറയുന്ന റേഷ്യോ എടുക്കാൻ, മോൾ റേഷ്യോ ആകുമ്പോൾ. Okay, and mole ratio can be defined as which is a conversion factor that relates the amount of moles of any two substance in a chemical reaction. ഏതൊരു കെമിക്കൽ റിയാക്ഷനിൽ എനി ടു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോൾ റേഷ്യോ. ഓക്കെ, അതെന്താ ഡിഫൈൻ ചെയ്യുന്ന മാസ് റേഷ്യോ പോലെ തന്നെ, വിച്ച് ഇസ് എ റേഷ്യോ. ഓക്കെ, റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ? റേഷ്യോ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് to number of moles of the another component. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഏത് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസിലും അപ്ലൈ ചെയ്ത് നമുക്ക് ഈ മോൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് മാസ് ഫ്രാക്ഷൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? മാസ് റേഷ്യോ ആൻഡ് മോൾ റേഷ്യോ ആണ്. Here it is mass fraction and mole fraction. Okay, നിങ്ങൾ ആ ടേമിൽ തന്നെ ഉണ്ട് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 100-ൽ അല്ലെങ്കിൽ 50-ൽ നമുക്കിപ്പോൾ 40 മാർക്സ് കിട്ടുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ആൻസർ ഷീറ്റ്സിലൊക്കെ എങ്ങനെ മെൻഷൻ ചെയ്യുന്നത്? 40 ഔട്ട് ഓഫ് 50 എന്നാണ്. ഓക്കെ, സിംപ്ലി അതെന്താണ്? വിച്ച് ഈസ് എ മാർക്ക് ഫ്രാക്ഷൻ ആണ്. അതായത് 50 മാർക്സിൽ നിങ്ങൾക്ക് 40 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതെന്താണ്? അതൊരു ഫ്രാക്ഷൻ ആണ്, മാർക്കിന്റെ ഫ്രാക്ഷൻ ആണ്. അതായത് ടോട്ടലിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെയാണ് മാസ് ഫ്രാക്ഷനും മാസ് ഫ്രാക്ഷനും മോൾ ഫ്രാക്ഷനും. അപ്പോൾ അതിന്റെ ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്തായിരിക്കും? ടോട്ടലുള്ള മാസ് അല്ലെങ്കിൽ മോൾ ആയിരിക്കും. അതിനകത്ത് ആ പർട്ടിക്കുലർ എമൗണ്ടിന്റെ മാസ് എത്രയാണോ അല്ലെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ടിന്റെ മോൾ എത്രയാണോ അതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മാസ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ആയിട്ട്. Okay, simply mass fraction we can call it as the weight fraction also. Mass and weight both are the same. Okay, and which is defined as the ratio of mass of a component in a mixture. ഒരു മിക്സ്ചറിലുള്ള ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ മാസ് ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. റേഷ്യോന്റെ ഡിനോമിനേറ്ററിൽ എന്താ? ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. ഓക്കെ, അതാണ് അതിന്റെ മാസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഇൻ എ മിക്സ്ചർ വിച്ച് കണ്ടെയ്നിങ് ദി കോമ്പോണൻറ്റ്സ് എ ആൻഡ് ബി. സോ മാസ് ഫ്രാക്ഷൻ ഓഫ് ദി കോമ്പോണന്റ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വിച്ച് വി ക്യാൻ ഡിനോട്ടഡ് ബൈ WA, മീൻസ് വെയിറ്റ് ഫ്രാക്ഷൻ ഓഫ് എ. അതാണ് WA വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എ ടു ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. അതായത് ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ 2 കമ്പോണൻറ്റ്സേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ഷുഗർ സൊല്യൂഷനകത്ത് 2 കമ്പോണൻറ്റേ ഉള്ളൂ. എന്താ? ഷുഗറും വാട്ടറും ഉള്ളൂ. അപ്പോൾ ആ ഷുഗറിന്റെ മാസ് പ്ലസ് വാട്ടറിന്റെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടും. ന്യൂമറേറ്ററിൽ എന്താ? മാസ് ഓഫ് ഷുഗർ. WA ആണെങ്കിൽ മാസ് ഓഫ് ഷുഗർ. ഇൻ കേസ് ഇവൻ WB ആണ്, മാസ് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണ് കാണാൻ പറഞ്ഞാൽ എന്ത് വരും? മാസ് ഓഫ് വാട്ടർ ടു മാസ് ഓഫ് ഷുഗർ പ്ലസ് മാസ് ഓഫ് വാട്ടർ. ഓക്കെ, അത് സിംപ്ലി വി ക്യാൻ ഡിനോട്ടഡ് ബൈ MA divided by MA plus MB. In the similar way, we can represent the mole fraction also. So instead of mass, we can use the number of moles. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് യൂസ് ചെയ്ത് മോൾ ഫ്രാക്ഷൻ്റെ ടേംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? മാസ് ആകുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മാസ് അപ്ലൈ ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മാസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ ആ പർട്ടിക്കുലർ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്. ഓക്കെ, ദെൻ അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇപ്പൊ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്, XA. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഷുഗർ ആണ്. ഷുഗറിന്റെ മോൾസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോൾസ് ഓഫ് എ, അതായത് മോൾസ് ഓഫ് ഷുഗർ ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് ഷുഗർ പ്ലസ് മോൾസ് ഓഫ് വാട്ടർ. ആ സിസ്റ്റത്തിനകത്തുള്ള വാട്ടറിന്റെ മോൾസും ഷുഗറിന്റെ മോൾസും കൂടി ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ നമ്പർ ഓഫ് മോൾസിന്റെ സിസ്റ്റം കാണാൻ. അതായിരിക്കും ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? മോൾസ് ഓഫ് എ, അതായത് മോൾസ് ഓഫ് ഷുഗർ, ഷുഗറിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. സിംപ്ലി ദാറ്റ് വി ക്യാൻ റെപ്രസെന്റ് ബൈ NA ബൈ NA പ്ലസ് NB. NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് എ, NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ബി. ഓക്കെ, ദെൻ ഈ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി സെക്കൻഡ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ NA എന്ന് പറഞ്ഞാൽ എന്താ? MA ബൈ MA ആണ്. സ്മോൾ ലെറ്റർ MA ബൈ ക്യാപിറ്റൽ ലെറ്റർ MA, വിച്ച് മീൻസ് ദാറ്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്.
of A. Okay, അതാണ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മോൾ എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ്. അതാണ് മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഓക്കെ, അത് തന്നെയാണ് ബോട്ടത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിനെ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കമ്പൈൻ ചെയ്ത് ഒന്ന് ചെയ്താം. അതെന്ത് വരും? എൻ എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എയുടെ ആണ്. അതാണ് എൻ എ ഡിവൈഡഡ് ബൈ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n into ni. അതായത് വിച്ച് ഈസ് ഇൻ കേസ് ഓഫ് എ ബൈനറി മിക്സർ. ഇത് ബൈനറി മിക്സർ എന്ന് വെച്ചാൽ എന്താ? 2 കമ്പോണൻസ് ഉള്ളൂ. ഇനി 2 കമ്പോണൻസിന് പകരം 3 കമ്പോണൻസ്, 4 കമ്പോണൻസ്, 5 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരു മൾട്ടി കമ്പോണൻറ്റ് മിക്സർ ഓഫ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടോ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മാസ് ആഡ് ചെയ്യുക, ഇൻ കേസ് ഓഫ് മാസ് ഫ്രാക്ഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസും ആഡ് ചെയ്തിട്ട് വേണം മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സിഗ്മ ഇട്ടിരിക്കുന്നത്. 1 to n ഇട്ടിരിക്കുന്നത് എത്ര കമ്പോണന്റ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് മാസ് ഫ്രാക്ഷൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, then our next topic is that mass percentage and mole percentage. So mass ratio കഴിഞ്ഞു, mole ratio കഴിഞ്ഞു, mass fraction കഴിഞ്ഞു, mole fraction കഴിഞ്ഞു. Then next one is that mass percentage and mole percentage. It is the same തന്നെയാണ്. Same as the mass fraction അല്ലെങ്കിൽ mole fraction. അതെന്താ? mass percentage എന്ന് പറഞ്ഞാൽ it's also we can denote by weight percentage. Mass percentage is defined as the number of parts by weight or mass of the constituent 100 parts by weight of the mixture. Simply we can say that എന്താണ് 100ൽ എത്രയായിരിക്കണം നമ്മുടെ പെർസെൻറ്റേജ്, അതാണ് നമ്മുടെ മാസ് പെർസെൻറ്റേജ്. ഇൻ കേസ് ഓഫ് മോൾ ആവുന്നിടത്ത് 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് വേണം, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇപ്പോൾ 20ൽ നിങ്ങൾക്ക് 10 മാർക്സ് കിട്ടി. ഓക്കെ, ദെൻ വിച്ച് മീൻസ് ദാറ്റ് 10/20 എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. So that is a mark fraction. Then how can we convert that into a percentage? നമുക്ക് ആ കിട്ടിയിരിക്കുന്ന മാർക്ക് ഫ്രാക്ഷനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 100 ചെയ്താൽ മതി. അതായത് 20ൽ 10 കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇൻ ദി സെയിം വേ ഓൾസോ ദാറ്റ് മാസ് ഫ്രാക്ഷൻ ഉണ്ട്, അവിടെ മാർക്കിന്റെ ഫ്രാക്ഷൻ ആണ്. സോ ഓക്കെ, ഇവിടെ അത് മാസ് ഫ്രാക്ഷനും മോൾ ഫ്രാക്ഷനും ആണ്. സോ മോൾ പെർസെൻറ്റേജും മാസ് പെർസെൻറ്റേജും കാണാൻ എന്ത് ചെയ്യണം? മാസ് ഫ്രാക്ഷൻ ഇൻറ്റു ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ കാണാൻ മോൾ പെർസെൻറ്റേജ് കാണാൻ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു 100 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിനെ ജസ്റ്റ് 100 പാർട്സിലേക്ക് 100ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so mass percentage of A can be denoted by Ma divided by Ma plus Nb into 100, and mole percentage of A component can be calculated by Na by Na plus Nb into 100. So Ma by Ma plus Nb എന്ന് പറഞ്ഞാൽ എന്താ? മാർക്ക് ഫ്രാക്ഷൻ ആണ്. സോ മാർക്ക് ഫ്രാക്ഷൻ ഇൻറ്റു 100 ഇൻ കേസ് ഓഫ് മാസ് പെർസെൻറ്റേജ്. ഇൻ കേസ് ഓഫ് മോൾ പെർസെൻറ്റേജ് ആവുന്നേരത്ത് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു 100. ഓക്കെ, okay, so our next topic is that mole balance in a reaction. അതായത് ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ തന്നെ അതിനകത്ത് അത് ബാലൻസ്ഡ് റിയാക്ഷൻ ആണോ അൺബാലൻസ്ഡ് റിയാക്ഷൻ ആണോ എന്ന് നമുക്ക് മെഷർ ചെയ്യണം. എങ്ങനെ മെഷർ ചെയ്യും? ദെൻ അതിനെ എങ്ങനെ ബാലൻസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും? അതായത് ബാലൻസ് റിയാക്ഷൻസ് ആണ് എപ്പോഴും എക്സിസ്റ്റിംഗ് റിയാക്ഷൻസ് ആയിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ മോൾ ബാലൻസ് ചെയ്യുന്നത്? ഒരു റിയാക്ഷനിൽ എങ്ങനെ നമുക്ക് അതിനെ മോൾ ബാലൻസ് ചെയ്യാം? ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മോൾ ബാലൻസ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിലും അതിനകത്തെ നമ്പർ ഓഫ് റിയാക്ടൻസും പ്രൊഡക്ട്സും എന്തായിരിക്കണം? എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് ഈ മോൾ ബാലൻസ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ ദി റിയാക്ടന്റ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് ഇൻ ദി പ്രൊഡക്റ്റ്. ഏതൊരു പെർട്ടിക്കുലർ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണന്റ്, ആ പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് മോൾ ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് മോൾസ് ആണ്. അതായത് നമ്പർ ഓഫ് മാസോ വേറെ ഒന്നുമല്ല, നമ്പർ ഓഫ് മോൾസ്
രണ്ട് സൈഡിലും റിയാക്ടൻ്റെ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ മോൾ ബാലൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതിന് ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. First reaction, let's consider the first reaction, that is H2 plus O2 gives H2O. Okay, which is not a balanced reaction. എന്താ കാരണം, ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ ഒരു മോളിക്യൂൾ ഉണ്ട്. സോ കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ഫോം ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും നോക്കുക. ഇവിടെ എത്രയുണ്ട്, ഹൈഡ്രജൻ നമ്പർ ഓഫ് 2 ആണ്. രണ്ടും ആറ്റംസ്, രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓക്സിജൻ രണ്ട് നമ്പർ ഓഫ് ഓക്സിജൻസും ഉണ്ട്. ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ, ഹൈഡ്രജൻ രണ്ട് നമ്പർ ഓഫ് ആറ്റംസേ ഉള്ളൂ, ഓക്സിജൻ എന്താ, ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ബട്ട് ഓക്സിജൻ എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടുണ്ട്, ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഓക്സിജൻ ഇവിടെ ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഈ റിയാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് റിയാക്ഷൻ ഇവിടെ എക്സിസ്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് സിംപ്ലി വി ക്യാൻ ബാലൻസ് ദാറ്റ് ഇക്വേഷൻ ബൈ പുട്ടിംഗ് എ 1/2 ഓവർ ദെയർ ഇൻ ദി ഓക്സിജൻ ഇൻ ദി റിയാക്ടന്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ സൈഡിൽ 1/2 ടു റിയാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, H2 plus half O2 gives H2O. ഇതിനകത്ത് ഹൈഡ്രജന്റെ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിലും രണ്ടെണ്ണമാണ്. ഓക്സിജൻ ഇവിടെ 1/2 into 2 മീൻസ് 1 നമ്പർ ഓഫ് പാർട്ട് ഓക്സിജൻ ഉള്ളൂ, ഇവിടെയും നമ്പർ ഓഫ് ഓക്സിജൻ 1 ആണ്. സോ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് റിയാക്ഷൻ. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് റിയാക്ഷൻ ആണ്, ഈ റിയാക്ഷൻ ആണ് എക്സിസ്റ്റ് ചെയ്ത് നടക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെ വേണം ഒരു റിയാക്ഷന്റെ ഓരോ സ്പീഷീസിനെയും ബാലൻസ് ചെയ്യാൻ. ഇതിനാണ് നമ്മൾ മോൾ ബാലൻസ് എന്ന് വിളിക്കുന്നത്. Okay, and the number of moles of each reactant should be stoichiometrically balanced before taking part in the reaction. അപ്പോൾ ഏതൊരു റിയാക്ഷൻ നടക്കണമെങ്കിലും അതിൻ്റെ റിയാക്ടൻസിൻ്റെയും പ്രൊഡക്ട്സിലുള്ള കോമ്പോണൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് സ്റ്റോഷ്യോമെട്രിക്കലി ബാലൻസ്ഡ് ആയിരിക്കും. സ്റ്റോഷ്യോമെട്രിക്കലി മീൻസ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ എന്നാണ് നമ്മൾ സ്റ്റോഷ്യോമെട്രിക്കലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബാലൻസ്ഡ് റിയാക്ഷനും അൺബാലൻസ്ഡ് റിയാക്ഷൻ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് എന്താണ്, മീഥെയിൻ ഈസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ടു ഫോം CO2 ആൻഡ് H2O വാട്ടർ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ബാലൻസ്ഡ് അല്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, കാർബൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുണ്ട്. ഹൈഡ്രജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അത് ബാലൻസ്ഡ് ആയില്ല. ഓക്സിജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 + 1 3 ഓക്സിജൻ ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഓക്സിജൻ ഇവിടെ ബാലൻസ്ഡ് അല്ല. ഓക്കെ, ദെൻ നമുക്ക് അതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതാം, അതാണ് അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. CH4 + 2O2 gives CO2 + 2H2O. അവിടെ എന്തായി, ഓക്സിജന് 2 ഇട്ട് കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ്, H2O-നും 2 ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കാർബൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അപ്പോൾ 1 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 1 ആണ്. ഹൈഡ്രജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 × 2 4 ആയി. 4 നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ ഇവിടെ എത്രയുണ്ട്, 2 × 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ CO2ന്റെ കൂടെ ഓക്സിജൻ 2 ഉണ്ട്, H2O-ന്റെ കൂടെ 2 ഓക്സിജൻ ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2, അതായത് H2O-ന്റെ ലെഫ്റ്റ് സൈഡിൽ 2 എഴുതി കഴിഞ്ഞാൽ ദിസ് 2 ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആസ് വെൽ. ഓക്കെ, ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ഈ 2 ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, H2O-ന് മുന്നേ എഴുതിയിരിക്കുന്ന 2. ഓക്കെ, അപ്പൊ ടോട്ടലി എന്നിട്ട് ഓക്സിജനും ഇവിടെ 2 2 4 ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇങ്ങനെ വേണം എല്ലാ എലമെന്റ്സും ബാലൻസ്ഡ് ആയിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. അങ്ങനെയാണ് നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതും, മോളാർ ബാലൻസ് ഇക്വേഷൻ എഴുതും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് റിയാക്ഷൻ ഓൾസോ, ദാറ്റ് ഈസ് Fe(S2) is reacting with the oxygen to form Fe2O3 + SO2. Okay, simply which is not a balanced equation. അല്ലേ, അയൺ അവിടെ ബാലൻസ്ഡ് അല്ല, സൾഫർ അവിടെ ബാലൻസ്ഡ് അല്ല, ഓക്സിജനും ബാലൻസ്ഡ് അല്ല. സോ നമുക്കത് എങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, അയണിനെ ബാലൻസ് ചെയ്യാൻ നോക്കുക. ഓക്കെ,
Then first 4FeS2 plus H11O2 gives 2Fe2O3 plus 8SO2 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എഴുതുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ തന്നെ വേണം എഴുതാൻ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ സെലക്ട് ചെയ്യുക ഫസ്റ്റ്. ആ പെർട്ടിക്കുലർ എലമെന്റിനെ ബാലൻസ് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്യാൻ നേരത്ത് ബാക്കിയുള്ള കമ്പോണൻസ് അൺബാലൻസ് ആയിട്ട് വരും. ദെൻ അങ്ങനെ ഓരോ എലമെന്റ്സിനെ മാത്രം എടുത്തിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്യാൻ നേരത്ത് 4FeS2 plus 11O2 gives 2Fe2O3 plus 8SO2 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നോക്കുക, ഇതിനകത്ത് എല്ലാം ബാലൻസ്ഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ Fe എടുക്കുവാണെങ്കിൽ Fe ഇവിടെ 4 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 2 × 2 4 ഉണ്ട്. ഓക്കെ, സൾഫർ എടുക്കുക, സൾഫർ ഇവിടെ എന്ത് വരും, 4 × 2 8 നമ്പർ ഓഫ് സൾഫർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലാവുമ്പോഴോ 8 നമ്പർ ഓഫ് സൾഫർ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഓക്സിജൻ 22 ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, 8 × 2 16 പ്ലസ് 3 × 2 ഓക്കെ 6 22 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. സോ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ ബാലൻസ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് എക്സാമ്പിൾ Na2CO3 plus HCl gives NaCl plus CO2 plus H2O. 3 പ്രൊഡക്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, ജസ്റ്റ് HCl 2 ആഡ് ചെയ്ത് കൊടുക്കുക, NaCl 2 ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് എന്ത് വരും, Na ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ ബാലൻസ്ഡ് ആയി, 2 Na ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിലും 2 NaCl 2 Na ഉണ്ട്. ഓക്കെ, ദെൻ കാർബൺ ഇവിടെ 1 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 1 ഉണ്ട്, ഓക്സിജൻ 3 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്, CO2 2 പ്ലസ് H2 1 3 ഉണ്ട്. ദെൻ ഹൈഡ്രജൻ നോക്കുക, 2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 2 ഉണ്ട്, ക്ലോറിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 2 ഉണ്ട്. സോ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ ഗെറ്റ് ബാലൻസ്ഡ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്തായി, ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള തന്നെ ബാലൻസ്ഡ് റിയാക്ഷൻസ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, ദെൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിന്റെ ബേസ് ചെയ്തിട്ട് ഒരു 5 എക്സാമ്പിൾസ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. So how many number of particles are present in 1 mole of water? Okay, how many number of particles, എത്ര number of atoms അല്ലെങ്കിൽ particles present in 1 mole of water എന്ന് ചോദിച്ചു. ഒരു മോൾ വാട്ടറിനകത്ത് ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എത്രയാണ് ഉണ്ടാവുന്നത്, മീൻസ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഫസ്റ്റ് ഡെഫിനിഷൻ വാട്ട് ഈസ് മോൾ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ വാട്ടർ അല്ല, HCl അല്ല, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം, നിയോൺ, ആർഗൺ, ഏതൊരു ഗ്യാസ് അല്ലെങ്കിൽ ഏതൊരു കോമ്പണന്റ് എലമെന്റ് എടുത്താലും 6.022 × 10⁻23 നമ്പർ ഓഫ് ആ പാർട്ടിക്കിൾ എടുത്താൽ മാത്രമാണ് എന്താവുള്ളൂ, 1 മോൾ സബ്സ്റ്റൻസ് ആവുള്ളൂ. അതിൻ കേസ് ഇപ്പോൾ വാട്ടർ അല്ല, ഏത് ഫ്ലൂയിഡ് ഏത് ഗ്യാസ് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഹൗ മെനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ആണെങ്കിലും 1 മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവണം, സെയിം നമ്പർ, വിച്ച് മീൻസ് ദാറ്റ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവണം. സോ ദി ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, okay, then next question is what is the molecular weight of H2SO4? H2SO4 എന്നുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദി ഗിവൺ വാല്യൂസ് ആർ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, ഓരോന്നിന്റെയും തന്നിട്ടുണ്ട്. മോളിക്കുലർ വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് അതിന്റെ തന്നിട്ടുണ്ട്. ഹൈഡ്രജന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, സൾഫറിന്റെ 32 ആണ്, ഓക്സിജന്റെ 16 ആണ്. ഓക്കെ, then H2SO4 മോളിക്കുലർ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാട്ട് ഈസ് മോളിക്കുലർ വെയിറ്റ്? മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിനകത്ത് എത്ര നമ്പർ ഓഫ് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഓരോ കോമ്പോണൻസിന്റെയും ആറ്റോമിക് വെയിറ്റ് ആഡ് ചെയ്യുന്നതാണ് ആ പർട്ടിക്കുലർ മോളിക്യൂളിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, സൾഫർ 1 എണ്ണം ഉണ്ട്, ഓക്സിജനും 4 പാർട്ടിക്കിൾസ് ഉണ്ട്, 4 ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ എന്ത് വരും, ഈ 4 എണ്ണത്തിന്റെയും വെയിറ്റ് ആറ്റോമിക് വെയിറ്റ് ആഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, മോളിക്കുലർ വെയിറ്റ് ഓഫ് എൻറ്റയർ കോമ്പോണന്റ്, ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡിന്റെ കോമ്പോണന്റിന്റെ മോളിക്കുലർ വെയിറ്റ് കിട്ടുള്ളൂ. ഓക്കെ,
സോ അതെങ്ങനെ ചെയ്യും? ഹൈഡ്രജൻ്റെ മോളിക്കുലർ വെയിറ്റ് 1 ആണ്. സോ 1 into 2 is equal to 2 ആണ്. ഓക്കെ, 1 into 2 പ്ലസ് സൾഫർ അവിടെ 1 ഉള്ളൂ. സോ ദാറ്റ് 32 into 1 പ്ലസ് ഓക്സിജൻ അവിടെ 4 ഉണ്ട്, 16 into 4. ഓക്കെ, സോ ഇത്രയും ആഡ് ചെയ്യാൻ നേരത്താണ് മോളിക്കുലർ വെയിറ്റ് ഓഫ് H2SO4 കിട്ടുന്നത്. I will repeat once again. That is 1 into 2 plus 1 into 32 plus 4 into 16. You will get the answer as 98. So option B is the right answer in this question. Okay. Okay. Next is third question. That is, how many number of moles of water present in the 90 gram of water? It means that 90 gram of water എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത്. പാർട്ടിക്കിൾസ് അല്ല, നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? തേർഡ് സ്ലൈഡ്, അതായത് മോൾസിന്റെ ഇക്വേഷൻ. വാട്ട് ഈസ് 1 മോൾ? 1 മോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മോൾസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. സിംപ്ലി തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്താ വാട്ടറിന്റെ മോളിക്കുലർ വെയിറ്റ്? എന്താ? മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്. മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ് 90 gram ഓഫ് വാട്ടർ. 90 gram വാട്ടറിൽ എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. സോ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി വാട്ടർ. മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി വാട്ടർ എത്രയാ? 18 ആണ്. എങ്ങനെ അത് കിട്ടും? H2O എന്നാണ് വാട്ടർ ഡിനോട്ട് ചെയ്യുന്നത്. സോ H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ 2. സോ 1 into 2 പ്ലസ് ഓക്സിജന്റെ മോളിക്കുലർ വെയിറ്റ് 16 ആണ്. സോ 1 into 2 പ്ലസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ വാട്ടറിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ ദാറ്റ് 90 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു എന്ത് വരും? 5. സോ ദാറ്റ് 90 gram ഓഫ് വാട്ടറിൽ 5 നമ്പർ ഓഫ് എന്തുണ്ടാവും? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, so option D is the right answer. Okay, then fourth question, that is, what is the mole fraction and mole percentage of CO2 in a mixture of gas containing 20 gram of moisture and 40 gram of CO2? Okay, അതിൻ്റെ അർത്ഥം എന്താ? 40 gram CO2 20 gram moisture means water ആണ്. അപ്പോൾ 20 gram വാട്ടറും 40 gram CO2 ഉള്ള ഒരു മിക്സ്ചറിനകത്ത് എന്താ CO2ന്റെ മോൾ ഫ്രാക്ഷനും മോൾ പെർസെൻറ്റേജും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിന്റെ മോൾ ഫ്രാക്ഷനും മോൾ പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സിംപ്ലി നമുക്ക് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു 100 ചെയ്താൽ മോൾ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ. അങ്ങനെയാണ് നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ കാണും? കാർബൺ ഡയോക്സൈഡിന്റെ വെയിറ്റ് എത്രയാ? 40 ആണ്. 40 ഡിവൈഡഡ് ബൈ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ C എത്രയാ? C എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 16 ആണ്. 16 into 2 ദാറ്റ് ഈസ് 32. 32 പ്ലസ് 12 ദാറ്റ് ഈസ് 44 ആണ് CO2ന്റെ മോളിക്കുലർ വെയിറ്റ്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 40 ഡിവൈഡഡ് ബൈ 44 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.909 മോൾസ് ആണ് 40 gram CO2 ഉണ്ടാവുന്നത്. ഓക്കെ, 20 gram വാട്ടറിലോ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും? 20 ഡിവൈഡഡ് ബൈ 18 ദാറ്റ് ഈസ് 1.11 നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, then mole fraction എന്ത് കിട്ടും? അപ്പോൾ number of moles of CO2 divided by total number of moles എത്രയാ? 0.909 divided by 1.11 plus 0.909 that is equal to എന്ത് വരും? 0.45. ഓക്കെ, 0.45 ആണ് അതിന്റെ മോൾ ഫ്രാക്ഷൻ. then മോൾ പെർസെൻറ്റേജ് എങ്ങനെ കിട്ടും? 0.45 into 100 that is 45%. So the option D is the right answer in this question. Okay, simple concept ആണ്, just equationൽ apply ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. Then the final question, that is, what is the number of moles of oxygen in the given reaction when it is become balanced?
ഒരു particular reaction തന്നിട്ടുണ്ട് C2H6 plus oxygen gives CO2 plus H2O. C2H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈഥൈൻ ആണ്. ഈഥൈൻ ഓക്സിജനുമായിട്ട് കമ്പഷൻ നടത്താൻ നമ്മൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് CO2 കൊണ്ട് H2O എന്നുണ്ട്. ഇത് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ നേരത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാം നമുക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് C2H6 പ്ലസ് ഓക്സിജൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ബാലൻസ് ചെയ്യാൻ നോക്കുക. കാർബൺ ബാലൻസ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ CO2 എന്ത് ചെയ്യണം, CO2 മുന്നേ ഒരു 2 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ കാർബൺ ബാലൻസ്ഡ് ആയി. പിന്നെ അൺബാലൻസ് ആയി കിടക്കുന്നത് എന്താ, ഹൈഡ്രജൻ നെക്സ്റ്റ് എടുക്കുക. ഹൈഡ്രജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ഉള്ളൂ. സോ ദാറ്റ് ഈ H2O മുമ്പ് ഒരു 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ കാർബണും ബാലൻസ്ഡ് ആയി, ഹൈഡ്രജൻ 6 രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആയി. പിന്നെ ഉള്ള ടോട്ടൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ കംപ്ലീറ്റ്ലി ആഡ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 പ്ലസ് എത്ര വരും, 2 പ്ലസ് 3, 2 പ്ലസ് അല്ലോ, ഇവിടെ 2 ഉണ്ട്, 2 into 2 4 പ്ലസ് 3 വരും അല്ലേ. മീൻസ് 7 നമ്പർ ഓഫ് ഓക്സിജൻ ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ, ബട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഉള്ളൂ. സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 3.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 7/2 ഇവിടെ ആഡ് ചെയ്താൽ മാത്രമാണ് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. ദാറ്റ് ഈസ് 3.5 വേണം നമ്പർ ഓഫ് മോൾസ് ഈ ബാലൻസ്ഡ് ഇക്വേഷനിൽ ഓക്സിജന് മുമ്പ് കൊടുക്കാൻ. സോ ദി ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കുക എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ 3.5, ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, I hope you all understood these questions and the concept. Okay, thank you.